എങ്ങനെയുണ്ട് നമ്മുടെ മീസാബിനോടുള്ള യാത്രയുടെ അനുഭവങ്ങളൊക്കെ? അത് മീസാബിൻ്റെ കൂടെയുള്ള യാത്ര അനുഭവം എന്ന് പറഞ്ഞാൽ ചിലത് വാക്കുകൾക്ക് അറിയില്ല, അറിയാം, എല്ലാം തികഞ്ഞുണ്ട്. നമ്മളൊരു ഉംറക്ക് പോകുന്നത് ശരിക്കും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്വദിക്കാനാണ്. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. അള്ളാഹുവിൻ്റെ ദുനിയാവിൽ പടത്തിന് പടച്ചുള്ളത് എന്താണ്? ആസ്വദിക്കാൻ. അള്ളാഹിൻ്റെ ജ്ഞാനത്തിൽ ആസ്വദിക്കുക. ആ ആസ്വാദനത്തിൽ അള്ളാഹിനെ ഓർക്കുക എന്നുള്ളതാണ് തീർക്കുന്നത്. ആ ആസ്വാദനത്തിൽ പരിപൂർണത ലഭിച്ചതായിരുന്നു അതിൻ്റെ ഒരു യാഥാർത്ഥ്യ യാത്ര. അതായത് ഉറക്കമില്ലാത്തൊരു 10-15 ദിവസം, ടെൻഷൻ ഇല്ലാത്ത 15 ദിവസം, ദുനിയാവ് ഓർമ്മയില്ലാത്തൊരു 10-15 ദിവസം, ആനന്ദത്തിന് പറഞ്ഞ പരമാനന്ദം. ആ ടീമിൻ്റെ ഒരു കൂടലും ഒരുമിച്ചുള്ള യാത്രയും രസകരമായ ജിയാറകളും അതിൻ്റെ അടിയിൽ ഒരു 7 ഉംറ ചെയ്ത് നമ്മൾ മനസ്സിലാക്കില്ല. ഒറ്റയ്ക്ക് ഉംറ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയോ? ആ ഒറ്റയ്ക്ക് ഉംറ ചെയ്തു. പക്ഷെ ആ ഉംറ വരെ നമ്മൾ ചെയ്തെങ്ങനെ വെച്ചാൽ അതിന് ഒറ്റയ്ക്ക് ഏത് സാധാരണക്കാർക്ക് ഉംറ ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ അത്രയും നല്ലൊരു കോച്ചിങ് ചെയ്തു. അത് പക്കയാണ്. ഇതിന് ഒറ്റയ്ക്ക് ഉംറ ചെയ്യാന്നല്ല, അപ്പുറത്ത് ഓരോ തവണ ഉംറ ചെയ്യുമ്പോഴും നമ്മൾ ആദ്യത്തെ ഉംറ ചെയ്യുമ്പോൾ നമുക്ക് എന്താ സാധാരണ തോന്നുന്നു ഉംറയുടെ ഒരു ആശയം. രണ്ടാമത്തെ നമ്മൾ എക്സ്പീരിയൻസ്, മൂന്നാമത്തെ പിന്നെ 4-5 നമ്മൾ സ്വാഭാവികമായിട്ട് അവിടെയാണ് മദീനത്ത് നമ്മൾ മദീനത്തേക്ക് പോകുന്നത് ചെയ്യുന്നത്. അതായത് അതിനൊരു എക്സ്പീരിയൻസ്, അതിൻ്റെ ഒരു മജ്ലിസും പാടുന്നുള്ള നബിയും പറഞ്ഞതൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഓരോ തവണ ഉംറ ചെയ്യുമ്പോൾ നമ്മൾ കല്ലിൽ ഒറ്റ മുറാറാണ് എന്താണ് മദീനത്തെത്തണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഉംറ വരെ എന്തിനാണ്? മദീനത്ത് എത്താൻ വേണ്ടി മൈൻഡ് ഫ്രഷ് ആക്കാനുള്ള ഇബാദത്താണ് ഉംറ. അപ്പോൾ അതിൻ്റെ പൂർണ്ണതയ്ക്കും ആ രസത്തിലേക്ക് എത്താൻ മീസാബിൻ്റെ കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അത് നന്നായി ആസ്വദിച്ചു. എങ്ങനെ അള്ളാഹിനെ ഹബീബിനെ ആസ്വദിച്ചു. നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് ഇല്ലാത്ത ഇഷ്ടമില്ലാത്തവർക്ക് അത് ആസ്വദിക്കാൻ പറ്റിയാൽ മതി. യഥാർത്ഥ നമുക്ക് എത്ര ആസ്വദിക്കാൻ കഴിഞ്ഞെങ്കിൽ ഹബീബിനോട്ട് ഒരുപാട് കാര്യമുണ്ട്. അതായത് ബദർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന് മുമ്പ് 3 എക്സ്പീരിയൻസ് നടത്തി. ഒന്ന് നമ്മൾ നടക്കുന്ന കോട്ടേജിൽ വെച്ചിട്ട് താമസ കോട്ടയിൽ വെച്ചിട്ട് പിന്നെ ബാക്കി 2 ഒന്ന് ഹിറാഗോയിലും ഒന്ന് സൗറുഗോയിലും വെച്ചിട്ട് ആ ബാക്കി വെച്ച് നടന്നു. പിന്നെ ശേഷം നടന്ന ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ അപ്പോഴേക്കും ബീബി ഖദീജമ്മയോട് നമ്മൾ സമ്മതം ചോദിക്കുന്ന ഒരവസ്ഥയാണ്. ഖദീജമ്മയോട് ജിയാറത്തല്ല, അവിടെ ഒരു ജിയാറത്തില്ല. ഖദീജമ്മയുടെ അടുത്ത് പോകുമ്പോൾ മദീനത്ത് പോകാൻ ഉമ്മയോട് സമ്മതം ചോദിക്കാൻ എടുക്കാൻ പോകണം. റിയാസുസ്താദ് ദുആ കഴിഞ്ഞ ശരി എല്ലാവരും ഉമ്മയോട് സംസാരിക്കാം. ഇവരതും കഴിഞ്ഞിട്ട് ഈസാ യാത്ര പുറപ്പെട്ടു. ബദർ വരെ നമ്മൾ ചരിത്രത്തിൽ വന്നിട്ട് ബദറിന് ശേഷം പള്ളി ലൈറ്റൊക്കെ നടത്തിയിട്ട് എല്ലാവരും സുഗന്ധ കൈമാറ്റം നടത്തി, അടിയാള കൈമാറ്റം നടത്തി. പിന്നെ പ്രേമത്തിൻ്റെ പേട്ട കണ്ണീര്. അതായത് ഒരാൾ ദുആക്ക് ഏറ്റവും ഉത്തരം കിട്ടുന്ന ഒരു അവസരമാണ് ഹലാല യാത്ര. ഒന്നത് ഹലാല യാത്ര പോണത് ഒന്നാണ് രാജകുമാരൻ്റെ നാട്ടിൽ നിന്ന് രാജകുമാരൻ്റെ കൊട്ടാരത്തിൽ ഉള്ള അവസരം. അതിനെ പറ്റി അത്ഭുതമില്ല. അത് എല്ലാവരും പോകണം എന്താണ്? കഴുകി വൃത്തിയാക്കിയ ഹൃദയങ്ങളെ കൊണ്ട് അവിടെ ദുനിയാവിനെ ഓർത്തല്ല കരുതുന്നത്, മക്കളെ ഓർത്തിട്ടല്ല, കട ഓർത്തിട്ടല്ല. നാളെ പോകുമ്പോൾ കുട്ടികൾ എന്താ കൊണ്ടുപോകണമെന്നില്ല. രാജകുമാരൻ്റെ അടുത്ത് ഞങ്ങൾ എന്ത് കൊടുത്തു. നമ്മൾ കുറേ കാലം ആഗ്രഹിച്ച ഭാര്യ പ്രസിന് പ്രവാസി തിരിച്ചു പോകുമ്പോൾ എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഓർക്ക് ഞാൻ ആദ്യമായിട്ട് എന്ത് കൊടുക്കും? എക്സൈറ്റ് ആവാൻ വേണ്ടി കൊടുക്കുന്നൊരു ഭർത്താവ് ആഗ്രഹിക്കുന്നവരൊക്കെ മുമ്പ് എൻ്റെ മുത്തിന് ഇത്രയും കാലം കൽബിൽ കൊണ്ടുനടന്നു. ഹബീബിന് ഞാൻ ആദ്യം എന്ത് കൊടുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചിന്തയിലേക്ക് കൊണ്ടുപോകാൻ മീസാബിന് സമയത്ത് കരഞ്ഞ് ഞാൻ ഓർക്കുന്നത് മദീനത്ത് എത്തിയെന്ന് ഉസ്താദ് പറയുമ്പോഴേക്കും ഹൃദയങ്ങൾ പെരുമ്പറ കൊട്ടാണ്. എങ്ങനെ മദീനയുടെ മണ്ണിൽ കാലം ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് അനുഭവിക്കുന്നത്. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് നന്നായി ചുമണ്ട്. ഞാൻ ഓർക്കാനും മരുന്ന് കൊടുത്തിട്ടില്ല, മരുന്ന് കുടിക്കേണ്ടായിരുന്നു. അതിന് മദീന വേറിട്ട ആ ഒരു ശരീരം ഉണ്ടല്ലോ, അത് കുറച്ച് കാലം പ്രതികരിക്കണം. ഓരോ ചുമയിൽ മനസ്സിലാക്കണം. എവിടുന്ന് ചുമ പിടിച്ചത്? മദീന. എവിടുന്ന പനി പിടിച്ചത്? എവിടുന്ന ക്ഷീണം ഉണ്ടായത്? അപ്പോൾ അത് മീസാബിൻ്റെ മാത്രം ഒരു അങ്ങേന്ന് പറയാൻ ഒറ്റ കാരണമാണ്. ഒന്ന് റിയാസ് ഹുസൈൻ ഇടപെടും. കാരണം അത് പക്കയാണ്. ഓരോ മമതത്തിനോട് പറഞ്ഞ ഓരോ ചരിത്ര സംഭവത്തുമ്പോൾ വിശദീകരിക്കുന്നുള്ളത് അത് വിശദീകരണമല്ല ശരിക്കും. അത്രയും ഉറക്കം വെച്ചിട്ടും മറ്റു കാര്യങ്ങളായിട്ടും ഹാജിമാരോട് കാണുന്ന മൂപ്പര് ഇടപെടുന്ന പറഞ്ഞാൽ മൂപ്പർക്ക് അതൊരു 150-160 പോക്കാവും. പക്ഷെ മറ്റുള്ള ഹാജിമാർക്ക് 10 പോക്കാണ്. അത് ഉസ്താദ് ചെയ്യേണ്ട ആ മാന്യം പക്കയാണ്. സാധാരണ അങ്ങനെ ഒരുപാട് ട്രാവൽസ് പേര് പറഞ്ഞില്ല, ഒരുപാട് ട്രാവൽസുകാരൊക്കെ അവിടെ അഴിച്ചു വിട്ടില്ല. മെയിനാണ് ഞാനത് സൗറൂഖ് ഇറങ്ങി വരുന്ന പറഞ്ഞു. കാരണം ആ സൗറൂഖ് കയറണമെങ്കിൽ ഹീറാഗോ കയറണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. അതിന് നിസാബിൻ്റെ ഒട്ടുമുക്ക് ഉമ്മമാർ കയറി നമ്മൾ 4 കയറി നമ്മളാണ്.
നമ്മൾ സുബഹിന്റെ മുന്നേ കയറി 3 മണിക്ക് പോയിട്ടുണ്ടാവും. ആ മുന്നേ കയറി അതിൻ്റെ ഉള്ളിൽ കയറ്റി എല്ലാ ഉമ്മാരെ കൊണ്ടും അണ്ടറൊക്കെ നമ്മൾ നിസ്കരിപ്പിക്കാൻ നമ്മളെ ലീഡ് ചെയ്ത് നിസ്കരിപ്പിച്ചു. അവിടെ വന്നിട്ട് ഇസ്മായിൽ സത്തി ഇറങ്ങിയപ്പോഴും വെയിൽ ചൂടായിട്ടില്ല. ഏകദേശം 48 മുതൽ 50 ഡിഗ്രി ചൂടാക്കുന്ന സമയത്ത് ആ മല കയറിറങ്ങണമെങ്കിൽ അത് ഷെഡ്യൂളിൻ്റെ ടൈമിങ്ങാണ്. അവിടെ പോയി റെസ്റ്റ് എടുത്തു, റൂം ഒരു റെസ്റ്റ് എടുത്തു, പിന്നെ ഇസ്മാലിക് സാർ പിന്നെ ഐസ്റ്റബിലിറ്റി വരാൻ അതായത് ഷെഡ്യൂൾ ടൈമിംഗ് ഒരു മണിക്കൂർ വെയിറ്റിംഗ് ഇല്ല. 1 മണിക്കൂർ അത് കോർഡിനേഷൻ. അതാ പറഞ്ഞത് ഒരു എക്സ്പീരിയൻസ്. അതാണ് പറയുന്നത് മീലാബിൻ്റെ ഒരു 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 വലിയൊരു പ്രവർത്തനമാണ്. ഞാൻ ആദ്യം റേസുസ്ഥാനം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ആദ്യം മദീനത്ത് പോകും എന്നിട്ട് മക്കൾക്ക് പോകാനുള്ളത്. പക്ഷെ അന്ന് രാസോത്സവം സംഭവിച്ചു. പിന്നീട് പറഞ്ഞു അത് ഇങ്ങനെ പറ്റില്ല വിഷയം. പക്ഷെ അത് എന്തിനായിരുന്നു പിന്നൊക്കെ അനുഭവിച്ചു. കാരണം ഇവിടെ ഒന്ന് മക്ക കുരുസാണ്, മദീന വിശാലമാണ്. അപ്പം മദീന വിശാലമാണെന്ന് അനുഭവിക്കുകയാണെങ്കിൽ അത് കുരുസ് അറിഞ്ഞതിൻ്റെ ശേഷം. കാരണം ഈ ഇവിടെ 9 ദിവസം പൊരുത്തപ്പെട്ടത്, ആദ്യത്തെ 2 ദിവസം പൊരുത്തപ്പെട്ടത് ആശ്ചര്യം വെക്കാം, പിന്നെ 2 ദിവസം പൊരുത്തപ്പെട്ടത് ഇബാത്തോണ്ടാണ്, പിന്നെ ബാക്കി ഒരു 4 ദിവസം പൊരുത്തപ്പെട്ടത് മദീനത്ത് ഒരിക്കലും മദീനത്തും മക്കത്തും പോയില്ല. കാരണം മദീന മക്കും എന്തൊരു ഡിഫറൻറ്റാണ്. രണ്ടും ഹറമാണ്, രണ്ടും ഹറമാണ്, ഹറമേനികളാണ്, രണ്ട് ആദരിക്കപ്പെടേണ്ടത്. പക്ഷേ ഒരിടത്തു നിന്ന് ഹബീബിനെ ദൂരത്താക്കിയത് സർവകാലം മറ്റൊരു ഹബീബിനെ സ്നേഹിച്ചതുമായിട്ടുള്ള വ്യത്യാസമുണ്ട്. 2 ഭാഗത്തുമുണ്ട്. മക്കത്ത് മദീനത്തുള്ള മക്കത്ത് വരണമെങ്കിൽ ഞാൻ ഇന്ന് വ്യക്തിപരമായിട്ട് ഒരു ദിവസം വിളിക്കാൻ എന്നോട് എനിക്ക് 2 ദിവസം എടുക്കുക, കാരണം കഴിയില്ല. പക്ഷേ ആ മക്കത്ത് നിന്ന് മദീനത്ത് എത്തിയപ്പോൾ ഒരു 4 ദിവസം പോയത് സത്യം പറയുന്നത് കണ്ണടച്ച് തുറക്കണതാണ്. ഞാൻ ഉസ്താദിനെ ചോദിച്ചു തിങ്കളാഴ്ച എവിടെ പോയി, പല അല്ലേ സാർ? ഞാൻ ചോദിച്ചു തിങ്കളാഴ്ച ഇവിടെ പോയി. അപ്പൊ തിങ്കളാഴ്ച നമ്മൾ ഒന്നും മനസ്സിലാ, തിങ്കളാഴ്ച ദിവസത്തെ കുറിച്ച് ഓർമ്മയില്ല. നാളെ പോവും, തിങ്കളാഴ്ച ഇവിടെ. അത് ഒരു വാക്കിന് അപ്പുറത്താണ്. അത് നിസാബിന്റെ മാത്രം. ഞാനിപ്പോൾ ഇന്നൊരു സ്ഥലം പറഞ്ഞു വെച്ചാൽ ഇന്നും ആ ബൊമ്മനോട് ബഷീർ കുറിച്ച് കാശ്മീർ കുറിച്ച് പറഞ്ഞ് നമുക്ക് അഭിജാൻ പോയാൽ ഞാൻ പറഞ്ഞു ഇസാ നമുക്ക് ആലോചിച്ചാൽ പോകണം നിസാബിന്റെ പോകുന്നത്. നിസാബിനും മെമ്പർ പോകാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അത് ആ ടീമിന് മാത്രമേ തോൽപ്പിക്കാം. നിലനിർത്തട്ടെ. കാരണം ഒരുപാട് സിയാറ അതിന് വലിയൊരു. ഇപ്പോൾ എൻ്റെ പെങ്ങൾ വരെ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ പെങ്ങളും ഒരു 3ാമത്തെ പറക്കാണ്. പെങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ അവസാനം ഒരു സിയാറ കഴിഞ്ഞ് ബസ്സിൽ സിയാറ കഴിഞ്ഞ് ഉസ്താദ് പറഞ്ഞു മറ്റന്നാൾ നമ്മൾ യാത്ര നടക്കും. നാളത്തെ ഒരു പകല് നമുക്ക് വന്നിട്ട് സെമാറിൻ്റെ തോട്ടം ഇങ്ങനെ കുറച്ച് മലകൾ ഹുദുമല കയറാണ്ട് ഹബീബി ഇരുന്ന സ്ഥലങ്ങളൊക്കെ പോകാറുണ്ട്. അപ്പോൾ അതിന് ഈ വെയിലത്താണ് നമ്മൾ പോകല്. കാരണം അത് ഉസ്താദ് പറഞ്ഞത് മറ്റൊന്ന് നമ്മൾ മലകൾ കയറുമ്പോൾ ഉസ്താദ് മല കയറാനാണ്, വെയിലാണ്. അപ്പോൾ അത് ഷെഡ്യൂൾ നൈറ്റിക്കോ. പക്ഷെ ഇത് ഇങ്ങനെ ദിവസമില്ലാത്ത ഉസ്താദ് അങ്ങനെ ആക്കി പറഞ്ഞു. പക്ഷെ അന്ന് ആർക്കേ പോലെ വണ്ടി സെറ്റാക്കുക, എന്നൊരു കയ്യിൽ 10 റിയാലോ 15 റിയാലോ വെക്കണം ആദ്യം പറഞ്ഞു. ആരൊക്കെ ഉണ്ടോ വെച്ചു. അപ്പോൾ ആരും കൈ പിടിച്ചില്ല. ആദ്യം കുറച്ച് കൈ പിന്നെ കൈ താത്തി. അപ്പോൾ ഉസ്താദ് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ പഠിക്കണ്ട, പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ പോയി. എന്നിട്ട് 4 വാന്, 2 ഇനോവ, പിന്നെ ഹുണ്ടായി 2 വണ്ടി കൂടുമുണ്ട്. അങ്ങനെ വണ്ടി ബസ്സിന് പകരം ചുരുങ്ങിയ ആൾ 10-20 ആളുള്ള ഓരോ ഹാജിമാർക്ക് സെപ്പറേറ്റ് കാർ സെറ്റാക്കിയിട്ട് പോക്കറ്റ് പൈസ കിട്ടിയിട്ട് അതെന്താ വെച്ചാൽ ഇവിടെ വന്ന ഹാജിമാർക്ക് അത് മുതലാകും. കാരണം പുസ്തകം പോക്കറ്റ് വെക്കുക ആരുമില്ല. അതൊരു സ്നേഹമാണ്. അത് എങ്ങനെ ഇടപെടണം എന്നുള്ള സ്നേഹം. അതുകൊണ്ടാണ് മിസാബിന്റെ വ്യത്യസ്തമാക്കുന്നത്. ഓ തീർച്ചയായും മിസാബ് സ്വർണ്ണപ്പാത്തി എന്ത് ചോദിച്ചാലും കിട്ടുന്ന സ്വർണ്ണപ്പാത്തി സർവ്വ ഹാജിമാരെ നമ്മളടുത്ത് ചോദിക്കാൻ പറ്റുന്നേ ഉള്ളൂ. വന്നത് മുതലാക്കുക ഹബീബിനെ കിട്ടുക സർവ്വ. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു മിസാബിന്റെ യാത്ര വെച്ച് ആനന്ദം പരമാനന്ദം. മുഹമ്മദ് മുസ്തഫ